ഹായ് എവ്രി വൺ. പുറത്ത് വേനൽ ചൂട്, ഇലക്ഷൻ്റെ ചൂട്. സൈലത്തിൻ്റെ ഹോസ്റ്റലിൽ എന്താണ് സംഭവിക്കുന്നത്? സൈലത്തിൻ്റെ ഹോസ്റ്റലിൽ ഇപ്പം നമുക്കറിയാം നീറ്റ് 2024 ചൂടിലാണ് നമ്മുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും അവരൊക്കെ വളരെ സീരിയസ് ആയി അടിപൊളിയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? അവരുടെ പ്രിപ്പറേഷൻ എവിടം വരെ ആയി? അവരെല്ലാവരും ഓക്കെ ആണോ, ഹാപ്പി ആണോ? ഇതൊക്കെ ചോദിച്ചറിയാനായിട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു സൈലത്തിൻ്റെ ഒരു അടിപൊളി ഹോസ്റ്റലിൽ. അപ്പോൾ നമുക്ക് പോയി അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇവിടെ സൈലത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത് സ്ട്രെസ്സ് വളരെ കുറവാണ് ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സൈലാണ് ഏറ്റവും ബെറ്റർ. എനിക്ക് തോന്നിയത് ഓൺലൈൻ പഠിക്കുന്ന സമയത്ത് ഓൺലൈനിലും കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഓഫ്ലൈനിലും കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാംസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നീറ്റ് ആസ്പിറൻ്റ് എക്സാം ശരിക്കും നേരിട്ട് പോയി ഒരു സെൻറ്ററിൽ പോയി എഴുതണം. ഒരു 2 o'clock ഒരു വൈദ്യുതി കിട്ടേണ്ടി. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡേ ക്ലാസ് കണ്ട് നെക്സ്റ്റ് ഡേ ക്യാമ്പസിൽ പോയി പഠിക്കുമ്പോൾ ഒരേ കോൺസെപ്റ്റ് 2 തവണ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി തോന്നി. ഓൺലൈന് നല്ല നമുക്ക് നിർത്തി നമുക്ക് വേണ്ട പോലെ പിന്നെയും എടുത്ത് കണ്ട് DPP വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ കൺസെപ്റ്റൊക്കെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹോസ്റ്റലിലാണെങ്കിലും ക്യാമ്പസിലും സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെയാണ് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പം ടെൻഷൻ അടിക്കാണ്ട് ഇനിയുള്ള എക്സാംസ് നല്ലോണം നമുക്ക് റിവൈസ് ചെയ്യാം, എനിക്ക് നന്നായിട്ട് എഴുതാം.